കഞ്ചാവ് കൈവശം വെച്ച കേസിൽ മകൻ ആദം ഷൈം അറസ്റ്റിലായ സംഭവത്തിൽ പ്രതികരിച്ച നടൻ ടിനി ടോം. ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മകനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു ടിനിയുടെ പോസ്റ്റ്. കാലം എല്ലാം തെളിയിക്കുമെന്ന് ടിനി കുറിച്ചു. ആദമിന് മഹാത്മാഗാന്ധി സർവകലാശാല യുവജനോത്സവത്തിൽ ലഭിച്ച സർട്ടിഫിക്കറ്റിന്റെയും ഫലകത്തിന്റെയും ചിത്രവും ടിനി ടോം കുറിപ്പിനൊപ്പം പോസ്റ്റ് ചെയ്തു. ഈ മാസം 23-നാണ് നടൻ ടിനി ടോമിന്റെ മകൻ ആദം ഷീം അടക്കം 3 പേരെ കഞ്ചാവ് കൈവശം വെച്ചതിന്റെ പേരിൽ ഹിൽ പാലസ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവാങ്കുളത്തെ ഒരു ക്ഷേത്ര പരിസരത്ത് നിന്നുമാണ് 4 ഗ്രാം കഞ്ചാവുമായി മൂവരും പിടിയിലായത്. ഇവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. NDAയിൽ അന്തിമ സീറ്റ് വിഭജന ചർച്ച നാളെ നടക്കും. കൊച്ചിയിൽ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലാണ് ചർച്ച. NDAയിലെ മുതിർന്ന നേതാക്കളെല്ലാം മത്സരിച്ചേ തീരുവെന്ന് BJP ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു. BJPയുടെ മുതിർന്ന നേതാക്കളെല്ലാം മത്സരിക്കുന്നുണ്ട്. പക്ഷേ BDJS പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയും 2020 ചെയർമാൻ സാബു ജേക്കബും മത്സരിക്കാനില്ലെന്നാണ് BJP നേതൃത്വത്തെ നേരത്തെ അറിയിച്ചത്. ദുബൈയിലെ ബുർജ് അൽ അറബ് ഹോട്ടലിന് നേരെ ഡ്രോൺ ആക്രമണം. ഹോട്ടലിനെ ലക്ഷ്യമാക്കി വന്ന ഡ്രോൺ അധികൃതർ തടഞ്ഞു. ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണ് ഹോട്ടലിന്റെ പുറംഭാഗത്ത് നേരിയ തീപിടുത്തമുണ്ടായതായി അധികൃതർ സ്ഥിരീകരിച്ചു. സിവിൽ ഡിഫൻസ് സംഘം ഉടൻ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി നിൽക്കെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ UDFിൽ ഊർജിതമായി. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനൊപ്പം നിൽക്കുന്ന കാഞ്ഞിരപ്പള്ളി തിരിച്ചുപിടിക്കാൻ ലക്ഷ്യമിട്ട് അപ്രതീക്ഷിത നീക്കം നടത്താൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം. LDFിൽ നിന്ന് സീറ്റ് തിരിച്ചുപിടിക്കാൻ ദേശീയ തലത്തിലുള്ള ഒരു മുഖത്തെ കൊണ്ടുവരാനാണ് നീക്കം. CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും മുൻ മന്ത്രിമാരുമായ KK ശൈലജ സിറ്റിംഗ് സീറ്റായ മട്ടന്നൂരിലും TP രാമകൃഷ്ണൻ പേരാമ്പ്രയിലും മത്സരിക്കില്ല. ജയമുറപ്പുള്ള ഒരു മണ്ഡലത്തിലും ടേം വ്യവസ്ഥയിൽ ആർക്കും ഇളവ് നൽകേണ്ടതില്ലെന്ന് ജനറൽ സെക്രട്ടറി MA ബേബി കൂടി പങ്കെടുത്ത യോഗം തീരുമാനിച്ചു. അതേസമയം ചെറിയ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുന്ന പേരാവൂരിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിക്കുന്ന പേരാവൂരിൽ ശൈലജ മത്സരിക്കട്ടെ എന്ന് നിർദ്ദേശവും യോഗത്തിൽ ഉയർന്നു. എന്നാൽ ഇതിനോട് ശൈലജ അനുകൂല നിലപാട് അറിയിച്ചിട്ടില്ല എന്നാണ് വിവരം.